അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സീക്രട്ട് ഏജന്റ്. നിന്റെ എന്റെ 16 അടിയന്തരം കണ്ടിട്ടേ നീ പോകുള്ളൂല്ലേ? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്ത്. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാറേ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം. മിണ്ടി അപ്പ ബ്ലാക്ക് മെയിലിംഗ്, ബ്ലാക്ക് ഷർട്ട് ഇട്ട്. ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നുണയ്ക്ക് മുകളിൽ നുണ പറഞ്ഞുള്ള ലൈഫ് മടുത്തു സാറേ. 24 മണിക്കൂറും വയറിളക്കമുള്ള കുരങ്ങിനോട് ആരെങ്കിലും ആയുർവേദ മരുന്നുണ്ടാക്കാനാണ് ഇത്തിരി കാഷ്ടം തരുമെന്ന് ചോദിച്ചാൽ അപ്പ കുരങ്ങൻ ജാടയിട്ട് പറയും, ഞാൻ തൂറ്റൊക്കെ നിർത്തി മാന്യനായത്. അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അയ്യോ എന്ത് പാവം. എടാ, അല്ലെങ്കിൽ നീ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്നതാണെന്ന് എനിക്കറിയാം. കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ടത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. എന്റെ ഗ്രഹനിലയും കൂടി അറിയാനുള്ളൂ അല്ലേ? അത് പറയാം, ചിലപ്പോ ഞാനതൊന്ന് തിരുത്തിയെടുക്കും. ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും, എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. എനിക്ക് പിന്നെ രണ്ടാണ്ടിരിക്കോ? സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത്. ഇത് എല്ലാവരോടും കാണിക്കാനുള്ളൊരു മാന്യത ഞാൻ ഇനി പുലർത്തണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്, ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ, പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും, പിന്നെ മോക്കോ അടച്ച തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ച തല്ലി പോവും. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.